അലിമോന്റെ കുപ്പായം എന്തൊരു ഭംഗിയാ. ഓ, ഇതെന്റെയാ, ഇത്താത്ത തൊടണ്ട. പെരുന്നാളിന് അലിമോൻ പുതിയ കുപ്പായം ഇട്ട് പള്ളിയിൽ പോകുമ്പോ നമുക്കൊരു ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കാൻ ഞാൻ ഇന്നു തരില്ല. എങ്കിൽ ഞാൻ നിന്റെ കുപ്പായം പെരുന്നാളിന് ഒളിപ്പിച്ചു വെക്കും, നോക്കിക്കോ. അയ്യടാ, ഇത് ഞാൻ അലമാരയിൽ പൂട്ടി വെക്കും, ഇത്താത്തക്ക് കിട്ടില്ല. ഓ പിന്നെ, നിന്റെ കുപ്പായം ഞാൻ ഇട്ടോണ്ട് പോകും പെരുന്നാളിനു. അയ്യേ, അപ്പൊ ഇത്താത്ത ആൺകുട്ടിയാവില്ലേ? ആൺകുട്ടികളുടെ കുപ്പായം പെൺകുട്ടികൾ ഇടുവോ? ഉപ്പ, പിന്നിലുള്ള ആ കാർ ഓവർടേക്ക് ചെയ്ത് മുമ്പിലെത്തി. വേഗം വേഗം, നമുക്കതിന്റെ മുന്നിലെത്തണം. നമ്മുടെ വണ്ടി ഇപ്പൊ മുമ്പിൽ തന്നെയാണല്ലോ അലി. അതെങ്ങനെ? നമ്മുടെ ബാക്കിൽ മറ്റൊരു കാർ വരുന്നത് കണ്ടോ? അപ്പൊ നമ്മളല്ലേ മുമ്പിൽ? ഉപ്പ, നമ്മുടെ വണ്ടി നല്ല സ്പീഡിൽ പോകട്ടെ. നമ്മുടെ മുമ്പിലുള്ള കാറിനെ തോൽപ്പിച്ച് അവരുടെ മുമ്പിലെത്തണം. വേഗം വേഗം. അവര് പോയിക്കോട്ടെ മോനെ, നമുക്ക് തിരക്കൊന്നുമില്ലല്ലോ. ധൃതി പിശാചിൽ നിന്നുള്ളതാണെന്നാ നബി പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തിരക്കാ, വേഗം പോണം. വേഗം പോയിട്ട് കളിക്കാനല്ലേ? എങ്കിൽ ഉപ്പച്ചി നല്ലൊരു കഥ പറഞ്ഞു തരുമോ? ശരി ശരി ശരി, ഞാൻ നല്ലൊരു കഥ പറഞ്ഞു തരാം. ഹായ് കഥ. അലിമോനെ, ഇങ്ങോട്ട് അടുത്തിരുന്നോളൂ. ഒരിക്കൽ പ്രവാചകന്റെ വീട്ടിൽ പണക്കാരിയായ ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീ വലിയ വീട്ടിൽ നിന്നാണ് വരുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വളരെ ചെറുതായിരുന്നു. സൗകര്യങ്ങളൊക്കെ വളരെ കുറവ്. കട്ടിലിൽ ഒരു നല്ല വിരിപ്പ് പോലും ഉണ്ടായിരുന്നില്ല. പ്രവാചകരുടെ വീട്ടിലെ അവസ്ഥ കണ്ട് അവൾക്ക് സങ്കടമായി. ആ സ്ത്രീ തിരിച്ചുപോയി. പിന്നെ നല്ല വില കൂടിയ പുതപ്പും കിടക്കയുമൊക്കെ വാങ്ങി പ്രവാചകന്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചു. നബി പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അത് വാങ്ങി കട്ടിലിൽ വിരിച്ചു. അല്പം കഴിഞ്ഞ് പ്രവാചകൻ വീട്ടിലേക്ക് കയറി വന്നു. കട്ടിലിൽ പുതിയ കിടക്കയും വിരിപ്പും കണ്ട് പ്രവാചകൻ അത്ഭുതപ്പെട്ടു. ആരാണിതെല്ലാം ഇവിടെ കൊണ്ടുവന്നത്? പ്രവാചകൻ ചോദിച്ചു. ആയിഷ ബീവി കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ നബി തിരുമേനി പറഞ്ഞു, ആഡംബരം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇതെല്ലാം എടുത്തു മാറ്റൂ. ഒരു യാത്രയിൽ ഇടയ്ക്ക് വിശ്രമിക്കാനുള്ള ഒരിടം പോലെയാണ് ഈ ലോകം. അല്പനേരം കഴിഞ്ഞാൽ യാത്ര തുടരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ ലളിതമായ സൗകര്യങ്ങൾ മതിയെന്നും നബി പറഞ്ഞു. ഇതിൽ നിന്ന് മോൾക്ക് എന്ത് മനസ്സിലായി? നബി ലളിതമായ ജീവിതമായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നതെന്ന് മനസ്സിലായി. അതെ, അതുകൊണ്ട് നമ്മളും ലളിതമായി ജീവിക്കണം, അല്ലേ മോളെ? ഒരു വീട്ടിൽ 3 പേരുണ്ടെങ്കിൽ അവർക്ക് 3 പേർക്കും 3 പുതപ്പ് മതി. വിരുന്നുകാരൻ വരുമ്പോൾ ഒരു പുതപ്പ് അയാൾക്കും. അപ്പോ ആകെ എത്രയായി? 4 പുതപ്പ്. അതിനു പുറമെ 5ാമതൊരു പുതപ്പുണ്ടെങ്കിൽ അത് പിശാചിനുള്ളതാണെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ആവശ്യമില്ലാതെ ഒരുപാട് സാധനങ്ങളും വസ്ത്രങ്ങളും ഒന്നും വാങ്ങിവെക്കരുതെന്ന് ഉപ്പ പറയുന്നത് അതുകൊണ്ടാ. ഓക്കേ? വിരുന്നുകാരൻ വരുമ്പോ കൊടുക്കാനാണോ ഒരു പുതപ്പ്? കുറേ വിരുന്നുകാർ വന്നാലോ? അപ്പോഴോ? അപ്പോൾ നാം നമ്മുടെ പുതപ്പ് കൂടി അവർക്ക് കൊടുക്കണം. 1-2 ദിവസത്തേക്കല്ലേ? കുറേ വിരുന്നുകാര് കുറേ ദിവസം നിന്നാലോ? അങ്ങനെയാണെങ്കിൽ വിരുന്നുകാർ തന്നെ പുതപ്പും കൊണ്ടുവരണം. അലി തോറ്റേ.
റിമോട്ട് തരുന്നില്ല. ടെൻഡടേൻ. എന്താ അലി? നോമ്പ് തുടങ്ങിയ കുറെ സമയം TV കണ്ടോണ്ടിരിക്കരുതെന്നാ ഉമ്മ പറഞ്ഞത്. അതിന് നോമ്പ് തുടങ്ങിയില്ലല്ലോ. മര്യാദക്ക് താ. നോമ്പ് നാളെ തുടങ്ങുമല്ലോ. അപ്പൊ നീ കമ്പ്യൂട്ടർ ഗെയിം കളിച്ചതോ? അതും ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ. ശരി ശരി ശരി, വഴക്ക് കൂടണ്ട. മോളിങ്ങോട്ട് വാ. ദാ ഇവിടെ ഇരിക്കെ. ആ, ഉമ്മ നിങ്ങളോട് കുറെ നേരം TV കാണരുതെന്നും ഗെയിം കളിക്കരുതെന്നും ഒക്കെ പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? എന്തിനാ? നമ്മുടെ വിലപ്പെട്ട സമയം പാഴാവാതിരിക്കാൻ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു തീർക്കാനാണ് നാം സമയം ചെലവഴിക്കേണ്ടത്. അങ്ങനെയുള്ളവർക്കാണ് സ്വർഗം ലഭിക്കുക. അതുകൊണ്ടാണ് അനാവശ്യ കാര്യത്തിന് സമയം ചെലവഴിക്കരുതെന്ന് പറയാൻ കാരണം. മനസ്സിലായോ? നമ്മുടെ സമയം എന്തിനാണ് ചെലവഴിച്ചതെന്ന് അള്ളാഹു നമ്മോട് ചോദിക്കും, അല്ലേ ഉപ്പ? തീർച്ചയായും ചോദിക്കും. അപ്പോ സമയം പാഴാക്കാൻ പാടില്ല, അല്ലേ ഉപ്പ? അപ്പൊ കളിക്കാനൊന്നും പറ്റില്ലേ? അതിനെന്താ, കളിക്കാം. പക്ഷേ അത് മാത്രമാവരുത് ആകെയുള്ള പണി. ചിലരുണ്ട് നോമ്പെടുത്ത് വെറുതെ നേരം പോക്കും. റമളാനിലെ സമയം വെറുതെ പാഴാക്കാനുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ റമളാനിൽ പിന്നെ എന്താ ചെയ്യാ? റമളാനിൽ ചെയ്യാൻ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട്. ഖുർആൻ മനഃപാഠമാക്കാം, ഖുർആൻ അർത്ഥം പഠിക്കാം. ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ലത് വർദ്ധിപ്പിക്കുകയും അനാവശ്യമായി സമയം നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുകയും ചെയ്താൽ മതി. വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നോക്കാം, അല്ലേ ഉപ്പ? ആവാം. പക്ഷേ ഫേസ്ബുക്കിൽ ഉപയോഗിക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണം. നമ്മൾ ഒരു കാര്യം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്താൽ സെക്കൻഡുകൾ കൊണ്ട് അത് കോടിക്കണക്കിന് കോപ്പികളായി ലോകമെങ്ങും പ്രചരിക്കും. അത് നല്ല കാര്യമാണെങ്കിൽ അത്രയും നന്മ നമ്മൾ ഷെയർ ചെയ്തു. അത് ചീത്ത കാര്യമാണെങ്കിലോ അത്രയും തിന്മ നമ്മൾ ഷെയർ ചെയ്തു എന്നർത്ഥം. അതിൻ്റെയൊക്കെ പുണ്യത്തിൽ നിന്നും പാപത്തിൽ നിന്നും ഒരു പങ്ക് അത് ആദ്യം പോസ്റ്റ് ചെയ്തവനും ലഭിക്കും. നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്താൽ അത് വളരെ നല്ലത് തന്നെ. എന്നാൽ തെറ്റായതും ആളുകളുടെ സമയം നഷ്ടപ്പെടുത്തുന്നതുമായ യാതൊന്നും ഷെയർ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമുക്കും അവർക്കും ദോഷമേ വരുത്തുകയുള്ളൂ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമ്മളിപ്പോൾ ഹിജ്റ മാസത്തിലെ 8ാമത്തെ മാസമായ ശഅബാനിലാണ്. നാളെയാണ് റമളാൻ 1. നാളെ മുതൽ എല്ലാ മുസ്ലിങ്ങളും നോമ്പെടുക്കണം. മുസ്ലിമായ ഒരാൾക്ക് നോമ്പ് നിർബന്ധമാണ്. ചെറിയ കുട്ടികൾ നോമ്പെടുക്കണോ? ചെറിയ കുട്ടികൾ കഴിയുന്ന രൂപത്തിലൊക്കെ നോമ്പെടുത്ത് ശീലിക്കണം. എങ്കിലേ വലുതാവുമ്പോൾ പ്രയാസം കൂടാതെ നോമ്പെടുക്കാൻ കഴിയൂ. എങ്ങനെയാ നോമ്പെടുക്കുക? പറഞ്ഞുതരാം. ആദ്യമായി നിയ്യത്ത് ചെയ്യണം. നിയ്യത്തോ? അതെന്താ? നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി മനസ്സിൽ ഉദ്ദേശിക്കുക എന്നർത്ഥം. നമ്മുടെ ഉദ്ദേശങ്ങൾക്കനുസരിച്ചാണ് അള്ളാഹു നമ്മൾക്ക് പ്രതിഫലം നൽകുക. അതെങ്ങനെ? ഉദാഹരണത്തിന്, അലി ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ആ നല്ല തീരുമാനത്തിന് അള്ളാഹു ഒരു പ്രതിഫലം തരും. ആ നല്ല കാര്യം ചെയ്താൽ വേറെയും പ്രതിഫലം തരും. മനസ്സിൽ വിചാരിക്കുന്ന നന്മകൾക്ക് പോലും അള്ളാഹു പ്രതിഫലം തരുന്നു. മാഷാ അല്ലാഹ്. അപ്പോ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് അള്ളാഹുവിനു വേണ്ടി ചെയ്യുകയാണെന്ന് നിയ്യത്ത് ചെയ്യണം. അപ്പോഴേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അപ്പോ അതുകൊണ്ടാണ് നിസ്കരിക്കുമ്പോഴും ദാനം ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ നിയ്യത്ത് ചെയ്യുന്നത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും നല്ലത് വിചാരിക്കണം, അല്ലേ ഉപ്പ? പിന്നെ സുബ്ഹ് ബാങ്കിന് മുമ്പ് അത്താഴം കഴിക്കണം. സുബ്ഹ് ബാങ്ക് കൊടുത്താൽ പിന്നെ മഗ്രിബ് ബാങ്ക് വരെ
വെള്ളമോ ഭക്ഷണമോ ഒന്നും കഴിക്കാൻ പാടില്ല. നമ്മൾ നോമ്പുകാരായിരിക്കുമ്പോ മറ്റുള്ളവരോട് വഴക്കുകൂടാൻ പാടില്ല, കളവ് പറയാൻ പറ്റില്ല, നല്ല കാര്യങ്ങളെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പാടുള്ളൂ. മഗ്‌രിബ് ബാങ്ക് കൊടുത്താൽ ഉടൻ നോമ്പ് തുറക്കണം. ഹായ്. ഓ, നോമ്പ് തുറക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോ എന്താ സന്തോഷം. ടണ്ടണേ. അല്ല, ഇനിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? ഉറങ്ങണ്ടേ? ഞങ്ങൾ നല്ല കാര്യങ്ങളാ സംസാരിക്കുന്നത്. ഇശാ നിസ്കരിച്ചു കഴിഞ്ഞാ പിന്നെ സംസാരിച്ചിരിക്കുന്നത് നമ്മുടെ നബിക്കിഷ്ടല്ലായിരുന്നു. നബി വേഗം പോയി കിടന്നുറങ്ങും. അപ്പോ ഇശാനസ്കാരം കഴിഞ്ഞ ഉറങ്ങുന്നത് വരെ ഒന്നും മിണ്ടാൻ പാടില്ലേ? മോനെ, നേരത്തെ കിടന്നുറങ്ങുന്നതാണ് പ്രവാചകന്റെ സുന്നത്ത്. ചില ആളുകൾ വൈകി ഉറങ്ങി വൈകി എഴുന്നേൽക്കും. അങ്ങനെയാവാൻ പാടില്ല. പിന്നെ കിടക്കുമ്പോ നല്ല കാര്യങ്ങൾ ആലോചിച്ചും പ്രാർത്ഥിച്ചും വേണം കിടക്കാൻ. എങ്കിലേ നല്ല കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അടുത്ത പ്രഭാതത്തിൽ നമുക്ക് ഉണരാൻ കഴിയൂ. അലി നാളെ അത്താഴത്തിനുണരില്ലേ? ഞാനുണരൂ. ഞാൻ അലാറം വെക്കാം. എപ്പോഴാ ഉണരേണ്ടത്? സുബ്ഹ് ബാങ്ക് 5 മണിക്കാണ്. 4 മണിക്ക് അലാറം വെച്ചേക്കൂ. ഇന്ന് പെട്ടെന്ന് നേരം വെളുത്തോ? ദേ കോഴി കൂവി. അത് കോഴി കൂവിയതല്ല, മൊബൈൽ ഫോണീന്നാ. അലാറം ടോണാ. ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ നേരം വെളുത്തെന്ന്. ഉറങ്ങുമ്പോഴെന്താ പ്രാർത്ഥിക്കേണ്ടത് ഉപ്പ? ഉപ്പ പറഞ്ഞു തരാം. മോൻ അതുപോലെ പറഞ്ഞോ കേട്ടോ. ബിസ്മിക അല്ലാഹുമ്മ അമൂത്തു വ അഹ്യാ. ബിസ്മിക അല്ലാഹുമ്മ അമൂത്തു വ അഹ്യാ എന്ന് പറഞ്ഞാൽ, അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞാൻ മരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം. അപ്പോ ഉണരുമ്പോഴുള്ള പ്രാർത്ഥനയോ? ആ, അത് അത്താഴത്തിന് വിളിക്കുമ്പോ ഉപ്പ പറഞ്ഞു തരാട്ടോ. ഉപ്പ, അത്താഴം കഴിച്ചില്ലെങ്കിൽ എന്താ? അത്താഴം കഴിക്കൽ സുന്നത്താണ് മോനെ. അത്താഴത്തിൽ ബർക്കത്തുണ്ടെന്നാ നബി പറഞ്ഞിരിക്കുന്നത്. ബിസ്ക്കറ്റോ? ബിസ്ക്കറ്റല്ല, ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം. ആഹാ, എന്താ സ്റ്റൈല്! അലി, അലി, എഴുന്നേൽക്ക് മോനെ. എഴുന്നേൽക്ക്. ബാങ്ക് കൊടുത്തില്ലല്ലോ ഉപ്പ. അത്താഴം കഴിക്കണ്ടേ മോനെ? വാ, എഴുന്നേൽക്ക്. അത്താഴം കഴിക്കണോ? വേണം. മോൻ എഴുന്നേറ്റിരിക്കെ. ആ, മോൻ ഉണരുമ്പോഴുള്ള പ്രാർത്ഥന ചൊല്ലിയില്ലല്ലോ? ഇല്ല, ഉപ്പ പറഞ്ഞതാ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുശൂർ. അൽഹംദുലില്ലാഹി. ഇത് മുഴുവൻ എനിക്ക് പറയാൻ കിട്ടുന്നില്ല ഉപ്പ. സാരമില്ല, മോൻ അൽഹംദുലില്ലാഹ് എന്ന് മാത്രം പറഞ്ഞു. മുഴുവൻ പിന്നെ പഠിക്കാട്ടോ. അൽഹംദുലില്ലാഹ്. പെരുന്നാള്
പുതിയ കുപ്പായം ഇടാൻ കൊതിയായിട്ട് വയ്യ. നോമ്പ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഒരു മാസം കഴിയണ്ടേ? എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ ഹസ്സിൻ ഖുൽഖി കമാ ഹസ്സൻത ഖൽഖി. ആഹാ, മോന് കണ്ണാടിയിൽ നോക്കുമ്പോഴുള്ള പ്രാർത്ഥനയൊക്കെ അറിയാലോ. ഉസ്താദ് പഠിപ്പിച്ചു തന്നതാ. അതിന്റെ അർത്ഥം എന്താന്ന് അറിയോ? അർത്ഥവും പഠിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ, നീ എന്റെ രൂപം സുന്ദരമാക്കിയ പോലെ എന്റെ സ്വഭാവവും സുന്ദരമാക്കണമേ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു എന്റെ മോന് ഇരുലോകത്തും ഉപകാരപ്പെടുന്ന അറിവ് നൽകി അനുഗ്രഹിക്കട്ടെ. അലി, പള്ളിയിൽ പോകാം. ദാ വരുന്നു ഉപ്പാ. പള്ളിയിൽ പോകുന്നില്ലേ? ഉപ്പച്ചി ഇവിടെ നിന്ന് നിസ്കരിക്കുന്നുണ്ടല്ലോ. അത് സുബഹ് നിസ്കാരത്തിന്റെ മുമ്പുള്ള സുന്നത നിസ്കാരമാ. അത് പള്ളിയിൽ നിന്ന് നിസ്കരിച്ചാ പോരെ? മതി, പക്ഷെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. എന്നാ ഞാനും നിസ്കരിക്കട്ടെ.